ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. ഞാൻ ഇന്നൊരു വ്യത്യസ്തമായ കൊഴുക്കട്ടയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോഷക സമൃദ്ധമായ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ചെറുപയർ പരിപ്പ് മൂങ് ദാൽ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും നന്നായിട്ട് ചേഞ്ച് ആവണ്ട, അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. പിന്നെ ഇത് ഈ ഒരു പാനിൽ തന്നെ നമ്മൾ ഇളക്കി ഓഫ് ചെയ്ത് മാറ്റുമ്പോൾ ഈ ഒരു പാനിൽ നിന്ന് നമ്മൾ മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ചൂടുകൊണ്ട് ഇതിൻ്റെ കളറ് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ, ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഉടനെ തന്നെ മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തത് ഒരു 2-3 വട്ടം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് മൂങ് ദാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചൊരു 2 വിസിലടുപ്പിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലടുപ്പിക്കുക. ഈ ഒരു ടൈം നമുക്ക് നാളികേരമൊക്കെ ഒന്ന് ചിരകിയെടുക്കാം. ഒരു 1/2 കപ്പ് നാളികേരം നമുക്ക് വേണം. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിസിലെല്ലാം പോയതിന് ശേഷം നമ്മൾ വെള്ളം മാറ്റിയതിന് ശേഷം ആ പരിപ്പ് മാത്രം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു തവി കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ 10 ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് മൂങ് ദാലിന് 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇച്ചിരി ചൂട് കാണും, അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് എണ്ണ കയ്യിലൊന്ന് തേച്ചതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല മയത്തിലിരിക്കും മാവ്. ഇനി നമുക്ക് ഒരു കടായി വയ്ക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് ശർക്കര പാനിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര പാനി ഇല്ലെങ്കിൽ 1/2 കപ്പ് ശർക്കര ചിരകിയത് ഇട്ട് കൊടുത്താലും മതി, ചീവിയത് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് നമ്മൾ അരിച്ച് നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ശർക്കര പാനിയിൽ നമ്മൾ ഈ നാളികേരം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. നമ്മൾ അല്ലാതെ ശർക്കര ചീവി ഇടുന്നതിനെക്കാട്ടിലും ഇതേപോലെ പാനിയാക്കി ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇനി നമ്മളിതിലേക്ക് ഒരു 5 ഏലക്ക ചതച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകപ്പൊടിയോ ചുക്കുപൊടിയൊക്കെ ആവശ്യമുള്ളവർക്ക് ചേർക്കാം, പക്ഷേ ഞാനിപ്പോൾ ഏലക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ശർക്കര പാനിയുടെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് ഓരോ ഉരുളകളാക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു മാവിൽ എനിക്ക് ഏകദേശം ഒരു 12 ചെറിയ കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം നമുക്കിതേപോലെ സാധാരണ രീതിയിൽ നമ്മൾ ഫില്ലിങ് കൊഴുക്കട്ടയ്ക്ക് വെച്ച് കൊടുക്കുമല്ലോ, അതേപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. കാര്യം നമ്മൾ ഇതിൽ ചെറുപയറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഇതെന്താണെന്ന് ഇതിനുള്ളിലെന്ന് കുട്ടികൾക്ക് അറിയുകയില്ല, എന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ഉരുളകളിലും ഇതേപോലെ ഫില്ലിങ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചമ്പിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കൊഴുക്കട്ട എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊന്നോ അല്ലെങ്കിൽ 4 മണി പലഹാരമെന്നോ പറയാം. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചെറുപയർ പരിപ്പാണെന്ന് പറയുകയില്ല കേട്ടോ, എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും ചെയ്യും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.